ചരിത്രത്തിൽ രേഖപ്പെടുന്ന ഒരു ദിവസമായി മാറുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന രാഷ്ട്രീയ നേതാവിന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ, വ്യക്തി ജീവിതത്തിലൊക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസം എന്നതിലുപരി കേരള രാഷ്ട്രീയത്തിൽ തന്നെ അടയാളപ്പെടുന്നതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണം ഇതാ ഭാവി മുഖ്യമന്ത്രി എന്ന് മാധ്യമങ്ങളും രാഷ്ട്രീയ നിരീക്ഷകരും ഒക്കെ ഒരു ഘട്ടത്തിൽ വാഴ്ത്തിയിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന 35 വയസ്സുകാരൻ ഈ ഡിസംബർ 4-ാം തീയതി അദ്ദേഹം കോൺഗ്രസിന്റെ MLA അല്ലാതെയാകുന്നു. അതേസമയം തന്നെ കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കപ്പെടുന്നു. ജില്ലാ കോടതിയിൽ നിന്ന് അദ്ദേഹം അഭിമുഖീകരിച്ച കേസിൽ മുൻകൂർ ജാമ്യം ലഭിക്കുന്നില്ല. നോട്ട് ടു അറസ്റ്റ് എന്ന് പറയുന്ന രണ്ടാമത്തെ ഹർജി, ഉപഹർജിയും കോടതി തള്ളുന്നു. ആ നിലയ്ക്കൊക്കെ നോക്കുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന രാഷ്ട്രീയ നേതാവിനെ സംബന്ധിച്ച് ഈ ദിവസം സുപ്രധാനമാണ് എന്ന് കരുതാം, അല്ലെങ്കിൽ സുപ്രധാനമാണെന്ന് ഉറപ്പിച്ചു പറയാം. അതേസമയം കളി കഴിഞ്ഞോ, പരിപാടി കഴിഞ്ഞോ എന്നുള്ളതാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അത് എനിക്ക് തോന്നുന്നത് ജില്ലാ കോടതിയിൽ നിന്ന് ജാമ്യം ലഭിക്കില്ല, ജാമ്യ ഹർജി തള്ളിക്കഴിഞ്ഞ അടുത്ത മൊമെന്റിൽ തന്നെ അടുത്ത പരിപാടികൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ആലോചിച്ച് കഴിഞ്ഞു എന്നുള്ളതാണ്. ഇതിനെല്ലാം രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ച് എല്ലാത്തിനും ഒരു പ്ലാൻ ബി ഉണ്ടാകും, പ്ലാൻ ബിയോ സിയോ ഒക്കെ ഉണ്ടാകും. അതാണ് രാഹുൽ മാങ്കൂട്ടത്തിലിനെയും രാഹുൽ മാങ്കൂട്ടത്തിലിനെ പോലെയുള്ള ആ ഒരു നിലയ്ക്ക് രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്നവരുടെയും ഒക്കെ പ്രത്യേകത. മുൻകൂർ ജാമ്യ ഹർജിയിൽ ജില്ലാ കോടതിയിൽ നിന്ന്, പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ നിന്ന് അനുകൂലമായൊരു വിധി ഉണ്ടാകുമെന്ന് അത്ര വലിയ പ്രതീക്ഷയോടെ രാഹുൽ കാത്തിരുന്നു എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഇങ്ങനെ ഒരു കേസിൽ നേരിട്ട് ഹൈക്കോടതിയിലേക്ക് പോകാൻ കഴിയാത്ത ഒരു സാങ്കേതികത്വം ഉണ്ട് എന്നുള്ളത് കൊണ്ട് ജില്ലാ കോടതിയിൽ പോയിട്ട് ഈ ഹർജി ഒന്ന് തള്ളിത്തരുമെന്ന് പറയുന്നത് പോലെയാണ് ശരിക്കും ഇത്തരം കേസുകളിൽ ജില്ലാ കോടതിയിലേക്ക് മുൻകൂർ ജാമ്യ ഹർജിയുമായി പോകുന്നത്. അപ്പോൾ അങ്ങനെ ശാസ്തമംഗലം മറ്റു അതിശക്തമായ വാദമുഖങ്ങൾ പ്രോസിക്യൂഷന് മുമ്പിൽ നിരത്തി, കോടതിക്ക് മുമ്പിൽ നിരത്തി പ്രോസിക്യൂഷന്റെ വാദമുഖങ്ങളുടെ ഒക്കെ മുനയൊടിച്ചു എന്ന് തന്നെയാണ് വിശ്വസിക്കേണ്ടി വരുന്നത്. പക്ഷേ അപ്പോഴും അവിടെ ഏറ്റവും അവസാനം വില്ലനായി വന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്, പ്രധാനപ്പെട്ട സംഭവമുണ്ടെന്ന് മറ്റൊന്നുമായിരുന്നില്ല. അത് രാഹുലിനെതിരെ രജിസ്റ്റർ ചെയ്ത രണ്ടാമത്തെ FIR ആയിരുന്നു. ബലാത്സംഗ കേസിൽ, റേപ്പ് കേസിൽ രാഹുലിനെതിരെ രജിസ്റ്റർ ചെയ്ത രണ്ടാമത്തെ FIR-ഉം കൂടി പ്രോസിക്യൂഷൻ കോടതിക്ക് മുമ്പിലേക്ക് ഹാജരാക്കുകയാണ്. ഇങ്ങനെ ഒരു ഘട്ടത്തിൽ ഒരു കേസിന്റെ അല്ല, 2 കേസിന്റെ വിചാരണയെ ഒരേ സമയം ബാധിക്കാൻ പോകുന്നു. രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം കൊടുത്തു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് മുൻകൂർ ജാമ്യം കൊടുക്കുന്നു എന്ന് പറയുന്നതിലൂടെ തെറ്റായ ഒരു സന്ദേശം മാത്രമല്ല, അന്വേഷണവുമായി ബന്ധപ്പെട്ട് 2 കേസുകളിലെ അന്വേഷണവുമായി ബന്ധപ്പെട്ടുള്ള വലിയ പ്രതിസന്ധി പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാട്ടുമ്പോൾ സ്വാഭാവികമായും ഏത് കോടതിക്കും, ഏത് ബെഞ്ചിനും, ഏത് ജഡ്ജിക്കും 2 പ്രാവശ്യം അല്ലെങ്കിൽ 3 പ്രാവശ്യം ആലോചിക്കേണ്ടി വരും പ്രതിക്ക് മുൻകൂർ ജാമ്യം കൊടുക്കുന്നതിനെ കുറിച്ച്. ഇനി ഈ രണ്ടാമത്തെ FIR-ഉമായി ബന്ധപ്പെട്ട് നിലവിൽ ഇതുവരെ നമ്മുടെ മുമ്പിലുള്ള വിവരങ്ങൾ എന്ന് വെച്ചാൽ ബ്ലൂ ബട്ടർഫ്ലൈ അല്ലെങ്കിൽ നീല ചിത്രശലഭം എന്ന ഒരു പേര് മാത്രമാണ്. ഇത് AI പെൺകുട്ടിയാണോ എന്ന് ചോദിക്കുന്നവരൊക്കെ ഉണ്ട്. പക്ഷെ അങ്ങനെയല്ല, ഇത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിലെ പെൺകുട്ടിയല്ല, അങ്ങനെ ഉണ്ടാക്കിയെടുത്ത പെൺകുട്ടിയല്ല, അല്ലെങ്കിൽ പേപ്പറിൽ നിന്ന് വെട്ടിയെടുത്ത് കൊണ്ടുവന്നതല്ല. ഇത് ശരിക്കുള്ള പരാതിക്കാരിയാണ്. പരാതിക്കാരിയെ അങ്ങോട്ട് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞു. മാത്രമല്ല, പരാതിക്കാരി തന്നെ പറയും പ്രകാരമാണെങ്കിൽ നേരത്തെ തന്നെ ക്രൈംബ്രാഞ്ചിന് താൻ വിവരങ്ങൾ നൽകിയിരുന്നു എന്നാണ്. പക്ഷെ പരാതി കൊടുക്കാൻ തയ്യാറായില്ല, പക്ഷേ വിവരങ്ങൾ നൽകിയിരുന്നു എന്നാണ്. അപ്പോൾ ഈ രണ്ടാമത്തെ പരാതിയുമായി ബന്ധപ്പെട്ട് വിവിധങ്ങളായ നിരവധിയായ ദുരൂഹതകളൊക്കെ നമ്മളിങ്ങനെ ഉന്നയിക്കുന്നുണ്ട്. എവിടെ നിന്ന് ഇപ്പോൾ പൊട്ടി വീണു ഈ പരാതി? നിർണായകമായ ഘട്ടത്തിൽ മുൻകൂർ ജാമ്യ ഹർജിയിൽ വിധി പറയുന്നതിനും 24 മണിക്കൂർ മുമ്പ് എവിടെ നിന്നാണ് ഈ പരാതി വന്നത്, എന്തിന് ഇത് പത്ര ഓഫീസുകളിലേക്ക് അയക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിന്റെ പിന്നിൽ ആര് കളിച്ചു, ആരുടെ കാഞ്ഞ ബുദ്ധി എന്നൊക്കെയുള്ള ചോദ്യങ്ങളൊക്കെ ഇങ്ങനെ അന്തരീക്ഷത്തിൽ ഉയർന്നു നിൽക്കുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണവുമായി മുന്നോട്ട് പോവുകയാണ് പ്രത്യേക അന്വേഷണ സംഘം എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പൊ ആ ഒരു FIR-ന്റെയും കൂടി പശ്ചാത്തലത്തിൽ സ്വാഭാവികമായും 2 റേപ്പ് കേസുകളാണ് മുന്നിലിരിക്കുന്നത്. ആ 2 റേപ്പ് കേസുകളുടെയും കൂടെ പശ്ചാത്തലത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിന് ജില്ലാ കോടതിയിൽ നിന്ന് മുൻകൂർ ജാമ്യം നിഷേധിച്ചത് എന്ന നിലയിലുള്ള അത്തരം വിലയിരുത്തലുകൾ വരുന്നു. പ്രതിഭാഗം അഭിഭാഷകന്റെ വിലയിരുത്തലായി ഇതുവരെ അദ്ദേഹത്തിന്റെ പ്രതികരണം ഇതുവരെ വന്നിട്ടില്ല. അതേസമയം ഈ ഒരു തക്കത്തിന് ഷാഫി പറമ്പിലിനെ കൂടി, രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ പറ്റിൽ ഷാഫി പറമ്പിലിനെ കൂടി ആക്രമിക്കാനുള്ള ശ്രമമൊക്കെ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ കൂട്ടത്തിൽ ഇപ്പോ BJP-യും രാഹുലിനെ സംരക്ഷിക്കാൻ ഷാഫി നിർബന്ധിതനാകുന്നു എന്നുള്ള പരാമർശവുമായി വരുന്നു എന്നൊക്കെയുള്ള വാർത്തകൾ വരുന്നു. ഇപ്പോൾ MA ഷഹനാസിന്റെ വളരെ ഗൗരവതരമായ ചില വെളിപ്പെടുത്തലുകളും ചില ആക്ഷേപങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അത്തരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിലിനെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയതുമായി ബന്ധപ്പെട്ടും അദ്ദേഹത്തിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതുമായി ബന്ധപ്പെട്ടുമുള്ള വലിയ ചർച്ചകൾ ഇങ്ങനെ അന്തരീക്ഷത്തിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. നമുക്ക് ഇന്ന് ശരിക്ക് ഈ ജില്ലാ കോടതിയുടെ വാദമുഖങ്ങളിലേക്ക് വന്നാൽ, ഇന്നും ഇന്നലെയുമായി ജില്ലാ കോടതിയിൽ പ്രധാനമായിട്ടും പ്രതിഭാഗം ഉന്നയിച്ചിരുന്ന വാദം രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ഈ കേസ് രാഷ്ട്രീയ പ്രേരിതമാണ്, അതൊരു ഇലക്ഷൻ സ്റ്റണ്ടാണ്.
ആ രാഷ്ട്രീയ പ്രേരിതമായ കേസിന് BJPയും CPMും ഒത്തുചേർന്നുകൊണ്ട് ഉണ്ടാക്കിയെടുത്തൊരു കേസാണെന്ന് ആദ്യ വാദമുഖമാണ് പ്രതിഭാഗം. ശാസ്തമംഗലം അജിത്ത് എന്ന തിരുവനന്തപുരത്തെ അറിയപ്പെടുന്ന, കേരളത്തിൽ തന്നെ ഒരുപക്ഷെ അറിയപ്പെടുന്ന പ്രഗത്ഭനായ അഭിഭാഷകൻ, രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി ഹാജരായ അഭിഭാഷകൻ മുന്നോട്ട് വെച്ച ഒന്നാമത്തെ വാദം ഇത് രാഷ്ട്രീയ പ്രേരിതമാണ്. ജനപ്രതിനിധിയായ വലിയ തോതിൽ ഇങ്ങനെ ജനസ്വാധീനമുള്ള ഒരു MLAയുടെ രാഷ്ട്രീയ ജീവിതം തകർക്കാൻ വേണ്ടി മനഃപൂർവ്വം ഉണ്ടാക്കിയെടുത്തൊരു കേസ്. അതിൽ BJPയുടെ പങ്കിന്റെ തെളിവായിട്ട് BJPയുടെ ചാനലിന്റെ മേധാവി ഇവിടെ ഒരു ഫോൺ സംഭാഷണം, അതായത് ഈ പരാതിക്കാരിയുമായുള്ള ഒരു ഫോൺ സംഭാഷണം തെളിവായി ഹാജരാക്കി എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. അങ്ങനെയുള്ള വാർത്തകളാണ് നേരത്തെയും വന്നത്. അങ്ങനെ ഒരു ടെലിഫോൺ സംഭാഷണം അല്ലെങ്കിൽ ഒരു ഫോൺ സംഭാഷണം നിർണായകമായിട്ടും ഈ കേസിൽ BJPയുടെ ഗൂഢാലോചന സംശയിക്കത്തക്ക വിധത്തിൽ. അപ്പോൾ CPMന്റെ ഗൂഢാലോചന എങ്ങനെയെന്ന് ചോദിച്ചാൽ, നേരിട്ട് ഇങ്ങനെയുള്ള കേസുകൾ സാധാരണ പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുക്കേണ്ടതാണ്. ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചു പോയിരുന്നു. ക്രൈംബ്രാഞ്ച് സ്വാഭാവികമായിട്ടും ഈ കേസുമായി ബന്ധപ്പെട്ട് പരാതിക്കാരിയെ ബന്ധപ്പെട്ടിട്ടുണ്ടാകാം. അപ്പോഴെങ്ങും പരാതിയില്ലാതിരുന്ന പരാതിക്കാരി തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ തൊട്ട് മുൻപ് ഒരു തെരഞ്ഞെടുപ്പ് ഇലക്ഷൻ സ്റ്റണ്ടെന്നോ അല്ലെങ്കിൽ ഇലക്ഷനിൽ അവരുടെ ചേരിയ മുഴുവനായി മോശപ്പെടുത്താൻ വേണ്ടി അല്ലെങ്കിൽ രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കാൻ വേണ്ടി ഇങ്ങനെ ഒരു കേസുമായി വന്നതാണ്. മുഖ്യമന്ത്രിക്കാണ് നേരിട്ട് പോയി പരാതി കൊടുത്തത്. മുഖ്യമന്ത്രിക്ക് നേരിട്ട് പോയി പരാതി കൊടുത്തിട്ട് വലിയ ഒരു രാഷ്ട്രീയ കോളിളക്കം ഒക്കെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രചാരണ കോളിളക്കം ഒക്കെ ഇളക്കി വിട്ടുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ അങ്ങനെ ഒരു നീക്കം നടത്തിയതിലൂടെ CPMന്റെ പങ്കും ഇതിൽ വ്യക്തമാണ് എന്ന നിലയിലുള്ള രാഷ്ട്രീയമാണ് കേസിന് പിന്നിൽ എന്നുള്ളതിന് ഉപോത്ബലകമായി പ്രധാനപ്പെട്ട 2 തെളിവുകൾ. അതേസമയം പിന്നീട് അവിടെ ശേഷിക്കുന്നത് ഈ ബന്ധം. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ സമ്മതിക്കുന്നുണ്ട് ലൈംഗിക ബന്ധം നടന്നിട്ടുണ്ട് എന്ന്, സെക്സ് നടന്നിട്ടുണ്ട് എന്ന്. പക്ഷെ അത് റേപ്പ് അല്ല. പക്ഷെ കേസ്, പ്രോസിക്യൂഷന്റെ കേസ് റേപ്പാണ്. പലതവണ ക്രൂരമായി ബലാത്സംഗം ചെയ്തു എന്ന കേസാണ്. അപ്പോൾ റേപ്പ് നടന്നിട്ടില്ല എന്നതായിരുന്നു രണ്ടാമത്തെ പ്രതിഭാഗത്തിന്റെ വാദം, ശാസ്തമംഗലം അജിത്തിന്റെ വാദം. അദ്ദേഹം ഈ റേപ്പ് നടന്നിട്ടില്ല എന്നതിന് അവർ തന്നെ സമ്മതിച്ചു. രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ സമ്മതിച്ചു ബന്ധമുണ്ടായിട്ടുണ്ട്, സൗഹൃദമായിരുന്നു, അതിന്റെ അടിസ്ഥാനത്തിൽ ബന്ധമുണ്ടായിട്ടുണ്ട്. അത് ഉഭയകക്ഷി സമ്മതപ്രകാരമാണ്. എന്നാൽ ഉഭയകക്ഷി സമ്മതപ്രകാരം ആണ് എന്ന പ്രതിഭാഗത്തിന്റെ വാദത്തിന് കൃത്യമായിട്ടും അതിന് മറുവാദങ്ങളുമായി പ്രോസിക്യൂഷൻ രംഗത്ത് വന്നപ്പോൾ പ്രതിഭാഗം പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. ഇതിന് റേപ്പ് അല്ല, ഇത് റേപ്പ് അല്ല എന്നതിനുള്ള വാദങ്ങളായി പ്രതിഭാഗം പറഞ്ഞത്. ഇപ്പോൾ അത് നേരത്തെയും നമ്മുടെ ജോർജ് പൂന്തോട്ടം ഒരു മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ ചോദിച്ചൊരു ചോദ്യമാണ്. അത് എനിക്ക് തോന്നുന്നു ഇതിലെ മില്യൺ ഡോളർ ക്വസ്റ്റ്യൻ ആണത്. ആ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ബാക്കിയുള്ള ഈ കേസ് മൊത്തം ഫ്രെയിം ചെയ്ത് വെച്ചിരിക്കുന്ന ഈ കേസിന്റെ ആദ്യത്തെ ഘട്ടം അല്ലെങ്കിൽ ആദ്യമായി ഉണ്ടായത് എന്ന് പറഞ്ഞാൽ ഇതിൽ പരാതിക്കാരിക്കെതിരായ അതിക്രമമാണ്. ഒരു പെൺകുട്ടിക്കെതിരായ അതിക്രമമാണ് ആദ്യം ഉണ്ടായത്. ആ ആദ്യത്തെ അതിക്രമം, ആദ്യത്തെ ക്രൈം എന്തുകൊണ്ട് റിപ്പോർട്ട് ചെയ്തില്ല എന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യമാണ്. ക്രൈം ഉണ്ടായിരുന്നെങ്കിൽ, ആദ്യത്തെ അറ്റംപ്റ്റിൽ തന്നെ അത് റേപ്പ് ആയിരുന്നെങ്കിൽ അത് അപ്പോഴേ റിപ്പോർട്ട് ചെയ്യണമായിരുന്നു. പക്ഷേ ഇതിൽ പറയുന്നത് ആവർത്തിച്ചുള്ള ബലാത്സംഗമാണ്. സ്വാഭാവികമായിട്ടും പ്രോസിക്യൂഷൻ പ്രതിയുടെ വലിയ ജനസമിതിയോ അല്ലെങ്കിൽ രാഷ്ട്രീയ സ്വാധീനമോ പ്രതിക്ക് ഭീഷണിപ്പെടുത്താനുള്ള ഒരു പശ്ചാത്തലം, അങ്ങനെ ഒരു പശ്ചാത്തലം ഉണ്ട് എന്നൊക്കെയുള്ള ഒരു കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് കൃത്യമായി ഇത് ഭീഷണിപ്പെടുത്തിയാണ് പിന്നെയും പെൺകുട്ടിയെ ആ നിലയ്ക്ക് ചൂഷണം ചെയ്തത് എന്നും തിരുവനന്തപുരത്ത് നിന്ന് പാലക്കാടേക്ക് എത്തിച്ചത് എന്നും ഒക്കെയുള്ള ശക്തമായ വാദങ്ങൾ സ്വാഭാവികമായിട്ടും പ്രോസിക്യൂഷന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. അതുപോലെ അതിനുശേഷമാണ് ഈ ഗർഭവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കാര്യം വരുന്നത്. ഗർഭത്തെക്കുറിച്ച് ഒന്നുമേ അറിയില്ലെന്ന് രാഹുൽ മാങ്കൂട്ടത്തിന്റെ അഭിഭാഷകൻ വാദിക്കുന്നു. അതിൽ ഒരു റോളും രാഹുൽ മാങ്കൂട്ടത്തിന് ഇല്ല എന്നും വാദിക്കുന്നു. ഏതെങ്കിലും തരത്തിൽ ഗർഭം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പെൺകുട്ടിയാണ്, അത് തെളിയിക്കേണ്ടതിന്റെ ഉത്തരവാദിത്വം ആ പെൺകുട്ടിയുടെ ഭർത്താവിനാണ് എന്ന നിലയിലുള്ള വാദങ്ങളാണ് പ്രതിഭാഗം മുന്നോട്ട് വെച്ചത്. അതിന് ഉപോത്ബലകമായിട്ട് ഈ സമയത്ത് പെൺകുട്ടിയും ഭർത്താവും ഒരു ഫ്ലാറ്റിലായിരുന്നു എന്നതിൻ്റെ, ഒരു ഫ്ലാറ്റിൽ ഒരുമിച്ച് താമസിച്ചിരുന്നു എന്നതിൻ്റെ രേഖയും, അതിനോടൊപ്പം തന്നെ ഈ 4 ദിവസം മാത്രമാണ് പെൺകുട്ടിയുടെ വിവാഹ ബന്ധം നിലനിന്നത് എന്നും 1 മാസത്തിനുള്ളിൽ ബന്ധം വിച്ഛേദിച്ചു എന്നുമുള്ള പെൺകുട്ടിയുടെ ആ പറഞ്ഞ കാര്യങ്ങൾ, പെൺകുട്ടിയുടെ വാദം കള്ളമാണ് എന്ന് സമർത്ഥിക്കുന്ന തരത്തിലുള്ള ഇത്തരം തെളിവുകളുമായിട്ടാണ് എനിക്ക് തോന്നുന്നു, ചിത്രങ്ങളും ഫോൺ സംഭാഷണവും ഒക്കെ അടക്കമുള്ള തെളിവുകളുമായിട്ടാണ് കൃത്യമായിട്ടും പ്രതിഭാഗം കോടതിയിൽ വാദിച്ചത്. അതേസമയം അതും അവിടെ കാര്യമായി അത് വിലപ്പോയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇതിലൊക്കെ എല്ലാം ഏറ്റവും വലിയ ക്ലൈമാക്സ് എന്ന് പറയുന്നത് അവസാനം വന്ന 2ാമത്തെ FIR ആണല്ലോ. അപ്പോൾ അങ്ങനെ ഉള്ള വാദങ്ങൾ. പിന്നെ ഗർഭഛിദ്രവുമായി ബന്ധപ്പെട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ നിർബന്ധിച്ച് ഭീഷണിപ്പെടുത്തി ആത്മഹത്യാ ഭീഷണി മുഴക്കിയൊക്കെയാണ് ഗർഭഛിദ്രം നടത്തിയത് എന്നുള്ള വാദം. അപ്പോൾ അതിനെയും അതിശക്തമായി
ആ, ഗർഭ ഗർഭത്തിന് ഉത്തരവാദി അല്ലെങ്കിൽ പിന്നെ ഗർഭഛിദ്രവുമായി ബന്ധപ്പെട്ട് പ്രതിഭാഗത്തിന്റെ വലിയ വാദമുഖങ്ങൾക്ക് പ്രസക്തിയില്ല. പക്ഷേ പ്രതിഭാഗം പറയുന്നത് പെൺകുട്ടി അവരെ നേരിട്ട് തന്നെയാണ് അല്ലെങ്കിൽ അവരുടെ സമ്മതത്തോടെ തന്നെയാണ് ഗർഭഛിദ്രം നടത്തിയത് എന്നുള്ള തെളിവുണ്ട് എന്നൊക്കെ പറഞ്ഞ് തെളിവുകളൊക്കെ കൊടുത്തിട്ടുണ്ട് എന്നൊക്കെ ഉള്ളതാണ്. ഏതായാലും ഉഭയസമ്മതം പ്രധാനമായിട്ടും പ്രതിഭാഗം എടുത്തു പറഞ്ഞു. അതിനെ സപ്പോർട്ട് ചെയ്യാനുള്ള തെളിവുകളായിട്ട് ശബ്ദ സംഭാഷണങ്ങളും വാട്സാപ്പ് മെസ്സേജുകളും ഒക്കെ ഹാജരാക്കി, ചിത്രങ്ങളടക്കം ഹാജരാക്കി എന്നാണ് നമ്മൾക്ക് മനസ്സിലാകുന്നത്. അപ്പൊ ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ട് ഗർഭഛിദ്രം നടത്തിയതിന് കൂടുതൽ തെളിവുകൾ ആവശ്യമുണ്ട് എന്നല്ല, ഇനിയും തെളിവുകൾ ഉണ്ട് എങ്കിൽ ഹാജരാക്കാമെന്നുള്ള, പ്രത്യേകിച്ചും ചില മുഹൂർത്തങ്ങൾക്ക് ഉപോത്ബലകമായ തെളിവുകൾ ഉണ്ടെങ്കിൽ ഹാജരാക്കാനുള്ള സമയം കോടതി അനുവദിച്ചു. അങ്ങനെ ഏതായാലും കോടതി, ജില്ലാ കോടതി രാഹുൽ മാങ്കൂട്ടത്തലിന്റെ ജാമ്യാപേക്ഷ തള്ളിയെന്ന് മാത്രമല്ല, അവിടെ ഒരു പടി കൂടി കടന്ന് പ്രതിഭാഗം ഒരു കാര്യം കൂടി ചെയ്തു. അതിന്റെ കൂടെ ഒരു ഉപഹർജി കൂടി സമർപ്പിച്ചു. അഥവാ ഈ ജാമ്യാപേക്ഷയിൽ ഏതെങ്കിലും കാരണവശാൽ ഇന്ന് തീരുമാനമുണ്ടായില്ലെങ്കിൽ, ജാമ്യഹർജിയിൽ വിധി പറഞ്ഞില്ലെങ്കിൽ, ജാമ്യഹർജി വിധി പറയുന്നത് മാറ്റിവെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ, അങ്ങനെ ഒരു സാഹചര്യത്തിൽ പ്രതിയെ അറസ്റ്റ് ചെയ്യില്ല എന്നുള്ളൊരു ഉറപ്പ് കോടതി കൊടുക്കണം. ആ നിലയ്ക്കുള്ളൊരു ഉപഹർജി, നോട്ട് ടു അറസ്റ്റ് എന്നൊരു ഉപഹർജി കൂടി കൊടുത്തു. അപ്പൊ ഇന്നലെ പ്രോസിക്യൂഷനോട് പ്രതിഭാഗം ചോദിച്ചിരുന്നു, ഒരു ജെന്റിൽമാൻ അഗ്രിമെന്റ് ഉണ്ടോ, ഈ മുൻകൂർ ജാമ്യം അതിന്റെ അന്തിമ വിധി വരുന്നതുവരെ നിങ്ങൾക്ക് പ്രതിയെ അറസ്റ്റ് ചെയ്യില്ല എന്നൊരു ഉറപ്പ് നൽകാൻ പറ്റുമോ എന്ന് ചോദിച്ചു. പ്രോസിക്യൂഷൻ പറഞ്ഞു അങ്ങനെ ഒരു ഉറപ്പ് നൽകാൻ പറ്റില്ല. കോടതി അതിൽ ഇടപെട്ടതുമില്ല, കോടതി അത് അംഗീകരിച്ചു, കോടതി ഒന്നും പറഞ്ഞില്ല അതിൽ. അപ്പൊ ഇന്ന് നേരിട്ട് കോടതിക്ക് ഇത് ഉപഹർജിയായി കൊടുക്കുന്നു. അറസ്റ്റ് തടയണം, അറസ്റ്റ് ചെയ്യാൻ അനുവാദം നൽകരുത് ജാമ്യഹർജിയുടെ വിധി വരുന്നത് വരെ എന്ന്. പക്ഷേ അതിന് പ്രസക്തിയില്ല പിന്നീട്. കാര്യം ജാമ്യഹർജിയുടെ വിധി തന്നെ പറയാണ്, രണ്ടും ഒരുമിച്ച് തള്ളി എന്നുള്ള വാർത്തയാണ്. അതിനത്രയും പ്രസക്തിയില്ല. ജാമ്യ ഹർജി തള്ളുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ അറസ്റ്റ് തടയുക എന്ന് പറയുന്നത് ജാമ്യഹർജിയുടെ തീരുമാനം വരുന്നത് വരെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലാതെ ജാമ്യഹർജി തള്ളിയ ശേഷം അറസ്റ്റ് ചെയ്യരുതെന്ന് കോടതി പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിൽ കൂടുതൽ എന്തെങ്കിലും വ്യക്തത ചിലപ്പോ നിയമവിദഗ്ധരുമായി ബന്ധപ്പെട്ടാലായിരിക്കും നമുക്ക് മനസ്സിലാകുക. അപ്പൊ ഇനി ഏതായാലും കളിക്കളം, നേരത്തെ ജോർജ് പൂന്തോട്ടം പറഞ്ഞതുപോലെ ഗോൾ പോസ്റ്റ് വ്യക്തമല്ല. ഗോൾ പോസ്റ്റ് വ്യക്തമല്ലാത്തത് കൊണ്ട് എവിടെയാണ് ഞാൻ ഗോൾ അടിക്കുക? അപ്പൊ ഗോൾ പോസ്റ്റ് വ്യക്തമായിരിക്കുന്നു. ഗോൾ പോസ്റ്റ് ഇനി കേരള ഹൈക്കോടതിയാണ്. ഹൈക്കോടതിയുടെ ഏതെങ്കിലും പ്രധാനപ്പെട്ട ബെഞ്ചിലേക്കായിരിക്കും ഈ കേസ് സ്വാഭാവികമായിട്ടും സിംഗിൾ ബെഞ്ചിലേക്കായിരിക്കും പോകാൻ സാധ്യതയുള്ളത്. അങ്ങനെയാണെങ്കിൽ അവിടെ ജോർജ് പൂന്തോട്ടം ഉന്നയിക്കാൻ പോകുന്ന വാദങ്ങൾ എന്നൊക്കെയാണ് ഇനി അറിയേണ്ടത്. അതേസമയം തന്നെ മാങ്കൂട്ടത്തലിനെ പൂർണ്ണമായും പാർട്ടി പുറത്താക്കി. ഡിസംബർ 4 എന്ന് പറയുന്ന ദിവസം രാഹുൽ മാങ്കൂട്ടത്തലിന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നത് മറ്റൊരു തരത്തിൽ കൂടിയാണ്. കൃത്യം ഒരു വർഷം മുൻപാണ്, 2024 ഡിസംബർ 4 രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാടിന്റെ MLA ആയി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുന്നത്. പാലക്കാടിന്റെ MLA എന്ന സ്ഥാനത്തേക്ക് ഔദ്യോഗികമായി അദ്ദേഹം അവരോധിക്കപ്പെടുന്നത് ഈ ഡിസംബർ 4 അങ്ങനെ സത്യപ്രതിജ്ഞ നടന്ന് കൃത്യം ഒരു വർഷം എത്തുമ്പോൾ കോൺഗ്രസ് പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് അദ്ദേഹം പുറത്താക്കപ്പെടുന്നു എന്നത് മാത്രമല്ല, അദ്ദേഹം അഭിമുഖീകരിച്ച കേസുമായി ബന്ധപ്പെട്ട് ജില്ലാ കോടതിയിൽ നിന്ന് മുൻകൂർ ജാമ്യം നിഷേധിക്കപ്പെട്ടു എന്നതും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയായി നിൽക്കുന്നു. അതൊരു സംഗതിയായി നിൽക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്കൊരു സംശയം തോന്നുമല്ലോ, അത്രയും വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്നോ ഇവിടെ നിന്ന് ജാമ്യം കിട്ടുമെന്ന്? സ്വാഭാവികമായും ഇല്ല. 99% ഈ കേസുമായി ബന്ധപ്പെട്ട് ജില്ലാ കോടതിയിൽ നിന്ന് ജാമ്യം കിട്ടില്ല എന്ന് തന്നെയാണ് നിയമവിദഗ്ധരിൽ പലരും പറഞ്ഞിരുന്നത്. ഞാനും പലർക്കും ഈ അവർക്ക് വകുപ്പുകളൊക്കെ അറിയാമെങ്കിലും FIR-ഉം വകുപ്പുകളും ഒക്കെ അയച്ചു കൊടുത്തിട്ട് പല അഭിഭാഷകരോടും, പ്രഗത്ഭരായ അഭിഭാഷകരോട്, അതായത് പ്രോസിക്യൂട്ടറായി വരെ, അതായത് സർക്കാരിന്റെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായി വരെ സേവനമനുഷ്ഠിച്ചിരുന്ന അഭിഭാഷകരൊക്കെയും പറഞ്ഞത് ഇത് ജില്ലാ കോടതിയിൽ നിന്ന് ജാമ്യം കിട്ടാൻ എന്തായാലും സാധ്യതയില്ല എന്ന് തന്നെയാണ്. കാരണം അതിന്റെ കൂടെയാണ് ഒരുപക്ഷെ നമ്മളൊരു സമയത്തൊരു സംശയത്തിന്റെ ഘട്ടത്തിലെത്തി. കാരണം പ്രോസിക്യൂഷൻ കൂടുതൽ തെളിവുകൾ ഉണ്ടെങ്കിൽ ഹാജരാക്കാനൊക്കെ പറയുന്നൊരു ഘട്ടത്തിൽ അപ്പോഴും സംശയമുണ്ടായിരുന്നു. ചിലപ്പോൾ ഇതിൽ കൃത്യമായിട്ടും ഇതിനകത്തൊരു ഉഭയസമ്മതം ശാസ്ത്രമംഗലം അജിത്തിനെ പോലെ പ്രഗത്ഭനായ ഒരു അഭിഭാഷകന് കോടതിയുടെ മുമ്പിൽ സമർത്ഥിക്കാൻ കഴിഞ്ഞാൽ അതിനൊരു സാധ്യതയുണ്ട് എന്ന വിലയിരുത്തലും ഉണ്ടായിരുന്നു. ശാസ്ത്രമംഗലം അജിത്ത് വലിയ പ്രതീക്ഷ പ്രകടിപ്പിച്ചുവെന്നാണ് ചില കേന്ദ്രങ്ങളിൽ നമുക്ക് മനസ്സിലാകുന്നത്. അദ്ദേഹവുമായി നേരിട്ട് സംസാരിക്കാനൊന്നും കഴിഞ്ഞിട്ടില്ല. അദ്ദേഹത്തിന് വലിയ പ്രതീക്ഷയുണ്ടായിരുന്നു ഇത് ജില്ലാ കോടതിയിൽ തന്നെ ഇതിനൊരു മുൻകൂർ ജാമ്യം നേടിയെടുക്കാൻ പറ്റുമെന്ന്. പക്ഷേ അത് കഴിഞ്ഞില്ല എന്നുള്ളതാണ് അതിൽ ഇപ്പോൾ നമുക്ക് അതാണല്ലോ വ്യക്തമാകുന്നത്. അദ്ദേഹം പരമാവധി ശ്രമിച്ചു. പക്ഷേ ഈ പറയുന്നത് പോലെ കോടതിയുടെ തീരുമാനങ്ങൾ അല്ലെങ്കിൽ കോടതിയുടെ എന്തൊക്കെ കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ കോടതി ഇത്തരം തീരുമാനങ്ങൾ എടുക്കും, മുൻകൂർ ജാമ്യം നൽകാനും നിഷേധിക്കാനും ഒക്കെയുള്ള എല്ലാ തരത്തിലുള്ള വിവേചനാധികാരവും കോടതിയുടെ
ആ ഒരു കാഴ്ചപ്പാടിൽ കൂടി, നീതിയുടെ ഒരു കാഴ്ചപ്പാടിൽ ആ നിലയ്ക്ക് തന്നെ നിക്ഷിപ്തമായിരിക്കുന്നത് കൊണ്ട് ഏതായാലും അതിനെക്കുറിച്ച് ഇനി നമ്മൾക്ക് അടുത്ത ഒരു പ്ലാറ്റ്ഫോമിലേക്ക് പോവുക, അല്ലെങ്കിൽ അടുത്ത ഫോറത്തിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ പോവുക എന്നുള്ള ഏറ്റവും അതിനൊരു വഴിയും കൂടിയാണ് കേട്ടോ. ഇപ്പോൾ ഈ ജില്ലാ കോടതിയിൽ നിന്ന് ഇന്നെങ്കിലും, ഇപ്പൊ ഇന്നലെ വെള്ളിയാഴ്ചയാണെന്ന് തോന്നുന്നു ഇത് കൊടുക്കുന്നത്, കേസ് കൊടുക്കുന്ന അന്ന് നമ്പർ ഇടുന്നു, പക്ഷെ പിന്നീട് ഇത് തിങ്കളാഴ്ച ഒന്നും പരിഗണിക്കത്തില്ല, ബുധനാഴ്ച വരെ ഇത് കേസ് പരിഗണിക്കാൻ വേണ്ടി ബുധനാഴ്ച വരെ എടുക്കുന്നു. അതൊരു ചെറിയ കാലതാമസമാണ്. വ്യാഴാഴ്ച എന്ന് പറയുന്ന ദിവസം തന്നെ ഇത് തള്ളിക്കിട്ടുന്നു എന്ന് പറയുന്നത് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലിനെ സംബന്ധിച്ച് അനുഗ്രഹമാണ്. കാരണം ഇത്തരം കേസുകളിൽ ജില്ലാ കോടതിയിൽ പോകുന്നതെന്ന് പറഞ്ഞാൽ ഈ ഹർജി തള്ളിക്കിട്ടിയിട്ട് ഹൈക്കോടതിയിലേക്ക് പോകാൻ വേണ്ടിയാണ്. അപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിലിനെ സംബന്ധിച്ച് കഷ്ടിച്ച് ഒരാഴ്ച സമയത്തിനുള്ളിൽ തന്നെ ജില്ലാ കോടതിയിൽ നിന്ന് തള്ളിക്കിട്ടുന്നു. ഇനി നേരെ ഹൈക്കോടതിയിലേക്ക് പോകുന്നു. അപ്പൊ ഹൈക്കോടതിയാണ് ഗോൾ പോസ്റ്റ്. ഹൈക്കോടതിയിലാണ് ഇനി അവിടെ ജോർജ് പൂന്തോട്ടം എന്ന് പറയുന്ന പ്രഗത്ഭനായ, ഒരുപക്ഷെ കേരളത്തിൽ തന്നെ അറിയപ്പെടുന്ന, ഒത്തിരി അദ്ദേഹത്തെ പറഞ്ഞ വിശേഷങ്ങൾ ഒരുപാട് പറയാനുണ്ട്. ജഡ്ജിമാരോടൊക്കെ വേണമെങ്കിൽ ഞാൻ വന്നത് വാദിക്കാനാണ്, നിങ്ങൾ വാദിച്ചു തുടങ്ങുകയാണെങ്കിൽ പിന്നെ ഞാൻ വെറുതെ ഇരിക്കുക എന്ന് പറയുന്ന ടൈപ്പ് ടീമാണ്. ഞാനൊന്ന് വാദിച്ചോട്ടെ, എൻ്റെ പണിയൊന്നും എടുത്തോട്ടെ എന്ന് പറയുന്ന ടൈപ്പ് ആളാണ്. സ്വാഭാവികമായിട്ടും ജോർജ് പൂന്തോട്ടത്തിൻ്റെയൊക്കെ വാദം കേൾക്കാൻ വേണ്ടി നിയമ വിദ്യാർത്ഥികളൊക്കെ എങ്ങനെ കോടതിയിൽ വന്നിരിക്കാറുണ്ടെന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. ആ നിലയ്ക്കാണ് ജോർജ് പൂന്തോട്ടം എന്ന് പറഞ്ഞാൽ ചെറിയ കക്ഷിയല്ല. അപ്പൊ അദ്ദേഹത്തിന്റെ കയ്യിലേക്ക്, അദ്ദേഹത്തിന്റെ കോർട്ടിലേക്ക് അദ്ദേഹം ഇറങ്ങി കളിക്കുന്ന ഒരു പെനാൽറ്റി എടുക്കാൻ രാഹുൽ മാങ്കൂട്ടലിന് വേണ്ടി, അല്ലെങ്കിൽ രാഹുൽ ടീമിന് വേണ്ടി ജോർജ് പൂന്തോട്ടം വരുമ്പോൾ ഗോൾ പോസ്റ്റ് ക്ലിയറാണ്. അവിടെ കൃത്യമായും പ്രതിരോധം തീർത്തുകൊണ്ട് പ്രോസിക്യൂഷൻ എന്ന ഗോൾ കീപ്പറും ഉണ്ട്. അപ്പൊ അവിടെ എന്ത് സംഭവിക്കുന്നു അടുത്ത ആഴ്ച തന്നെ ഏകദേശം അറിയാൻ കഴിയുമെന്ന് വിചാരിക്കുന്നു. പിന്നെ ഹൈക്കോടതിയിൽ ഇത്തരം കേസുകൾ അത് ഈ സീനിയർ അഭിഭാഷകനായതുകൊണ്ട് ചിലപ്പോൾ അടുത്ത ആഴ്ച തന്നെ പോസ്റ്റിംഗ് കിട്ടാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ 1-2 ആഴ്ചയൊക്കെ തള്ളിപ്പോയിട്ടുമുണ്ട് ഇത്തരം കേസുകൾ. ഇത് പറഞ്ഞു വരുമ്പോൾ ഇപ്പോൾ സമാനമായ കേസ് എന്നൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. കഴിഞ്ഞ 1-2 ചില സമയങ്ങളിൽ ഞാനത് പറഞ്ഞിരുന്നതാണ്. നമുക്ക് എന്തുകൊണ്ടാണ് ഹൈക്കോടതിയിൽ ഇങ്ങനെയൊരു കേസ് വരുമ്പോൾ മുൻകൂർ ജാമ്യം കിട്ടാനുള്ള സാധ്യത കൂടുതലാണ് എന്ന് പറയുന്നതിന്റെ പല കാരണങ്ങളുണ്ട്. അവിടെയും ഈ പറഞ്ഞ പോലെ രണ്ടാമത്തെ FIR, ബ്ലൂ ബട്ടർഫ്ലൈയുടെ പരാതിയിലെടുത്ത FIR വലിയ പ്രശ്നമാണ് കേട്ടോ. അവിടെയും സ്വാഭാവികമായിട്ടും അത് പ്രതിസന്ധിയാകുമോ എന്ന് നമുക്കറിയില്ല. ഏതായാലും എന്തുകൊണ്ട് ഹൈക്കോടതിയിൽ നിന്ന് ഇങ്ങനെ ഒരു കേസിന് മുൻകൂർ ജാമ്യം കിട്ടാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്നതിന്റെ ഒരു കാരണം അതിന്റെ ഒരു പ്രീസിഡന്റ്, അതായത് ഇതിനു മുമ്പ് ഒരു 5-6 മാസം മുമ്പ് സമാനമായ കേസെന്ന് ഞാൻ പറയുന്നില്ല, സാമ്യതകളുള്ള ഒരു കേസ്, സാമ്യതകളുള്ള ഇപ്പോൾ ഷാഫി പറമ്പിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു ഈ രാഹുൽ കേസുമായി ബന്ധപ്പെട്ട്. ഏതായാലും ഈ സമാനതകൾ കൃത്യമായി അങ്ങനെ സമാനതകൾ ഉണ്ട് എന്ന് പറയുന്നില്ല, എങ്കിലും നമുക്ക് വേണമെങ്കിൽ സമാനതകൾ ഉണ്ട് എന്ന് പറയാവുന്ന ഒരു കേസ് 5 മാസം മുമ്പ് ജൂലൈ മാസത്തിലാണ് ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ച് നീതിമാനായ ന്യായാധിപൻ ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസ് ആണ് ആ ബലാത്സംഗ പരാതി പരിഗണിച്ചത്. ആ പരാതി പരിഗണിച്ച് അതിൽ മുൻകൂർ ജാമ്യം നൽകിക്കൊണ്ട് ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസ് പറഞ്ഞ വാക്കുകൾ നമുക്ക് മുൻപിലുണ്ട്. മിക്കവാറും എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തതാണ്. അദ്ദേഹം പറയുന്നു, തെറ്റായ ബലാത്സംഗാരോപണം ഉന്നയിച്ചാൽ ജീവിതത്തിനാകെ കളങ്കമാകും എന്ന ചില പരാമർശങ്ങൾ കൂടി നടത്തിക്കൊണ്ടാണ് അങ്ങനെ ഒരു കേസിൽ അദ്ദേഹം മുൻകൂർ ജാമ്യം അനുവദിച്ചത്. അതായത് ഉഭയസമ്മത പ്രകാരം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ട് പിന്നീട് ആരോപണം ഉന്നയിക്കുന്ന കേസുകളിൽ കോടതികൾ ജാഗ്രത കാണിക്കണമെന്നാണ്. കോടതികൾ ജാഗ്രത കാണിക്കണം, ആരോപണ വിധേയർ കുറ്റവിമുക്തരായാലും ആ കളങ്കം പിന്നെയും പിന്തുടരുമെന്നാണ് അദ്ദേഹം തന്റെ വിധിന്യായത്തോടൊപ്പമുള്ള പരാമർശങ്ങളിൽ പറഞ്ഞത്. ആ കേസിന്റെ ഡീറ്റെയിൽസിലേക്ക് വന്നാൽ, ആ കേസ് മലപ്പുറം സ്വദേശിയായ ഒരു മനുഷ്യന്റെ ഒരു കേസാണ്. അദ്ദേഹം തിരുവനന്തപുരത്തെ ഒരു വിദ്യാർത്ഥിനിയുമായി ഇങ്ങനെ ഇഷ്ടത്തിലാകുന്നു. ആ വിദ്യാർത്ഥിനി വിവാഹിതയായിരുന്നു, പക്ഷെ ആ സമയത്ത് ഭർത്താവുമായി അകന്നു കഴിയുകയായിരുന്നു. ആ കേസിൽ ആ സംഭവത്തിൽ ഇദ്ദേഹത്തോടൊപ്പം ഈ പെൺകുട്ടി പലയിടങ്ങളിലായിട്ട് പോകുന്നു. കോഴിക്കോട് മലപ്പുറം ഒക്കെ പോയിട്ട് ഹോട്ടൽ റൂമുകളിലൊക്കെ റൂമെടുത്ത് താമസിക്കുന്നു. അതിനുശേഷം ഇങ്ങനെ സാമൂഹ്യ മാധ്യമത്തിലൂടെ ഞാൻ പരിചയപ്പെട്ടതാണ്, വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന് പറയുന്ന കേസാണ് ഹൈക്കോടതിയിലേക്ക് എത്തിയത്. ആ കേസിലാണ് ഈ ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസ് അദ്ദേഹത്തിന് മുൻകൂർ ജാമ്യം അനുവദിച്ചുകൊണ്ട് സുപ്രധാനമായ ചില നിരീക്ഷണങ്ങൾ കൂടി നടത്തിയത്. മാത്രമല്ല സുപ്രീം കോടതിയുടെ പല വിധിന്യായങ്ങളിലും ഇത്തരത്തിൽ ഇപ്പോൾ ഒന്നത് അഡൾട്ടറി എന്ന് പറയുന്ന ആ ഒരു ഗണത്തിലേക്ക് ചിലപ്പോൾ ഇത്തരത്തിലുള്ള കേസുകൾ അങ്ങ് മാറാറുണ്ട്. അത് കുറ്റകരവുമല്ലല്ലോ. അതേതായാലും അവരുടെ ഹൈക്കോടതി ഏത് ബെഞ്ചാണോ അത് പരിഗണിക്കുക എന്നൊക്കെയുള്ള കാര്യങ്ങളെ ആശ്രയിച്ചിരിക്കും എന്നുള്ള കാര്യത്തിലൊന്നും ഒരു തർക്കവുമില്ല. ഇപ്പോൾ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പോലും പുറത്താക്കപ്പെട്ടല്ലോ രാഹുൽ മാങ്കൂട്ടത്തിൽ. ഇനി എന്ത് രാഷ്ട്രീയ ഭാവി കഴിഞ്ഞില്ലേ എന്നുള്ളതാണ് പലരുടെയും സംശയം. പാർട്ടി കോൺഗ്രസ് ആണ്, ആള് രാഹുൽ മാങ്കൂട്ടത്തിലുമാണ്. നമുക്കറിയാം ആദ്യത്തെ ഈ ശബ്ദരേഖ വന്ന സമയത്ത് കേരളത്തിലുണ്ടായ വലിയ കോലാഹലങ്ങൾ മിക്കവാറും തീർന്നു ഒലിച്ചുപോയി എന്നൊക്കെ വിചാരിച്ചു.
ആ സമയത്താണ് കേരളത്തിൽ എനിക്ക് തോന്നുന്നു ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറി എന്ന് പറയുന്ന പോസ്റ്റിനേക്കാൾ നിലവിൽ പവർഫുൾ ആയ ഒരു പോസ്റ്റായിരുന്നു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ്. അടുത്ത മിനിസ്റ്റർ വരികയാണെങ്കിൽ ഉറപ്പായും മന്ത്രി, ഏറ്റവും പ്രധാനപ്പെട്ട ഏതെങ്കിലും വകുപ്പുകൾ കൈകാര്യം ചെയ്യാൻ സാധ്യതയുള്ള ഉറപ്പ് ഷുവർ മന്ത്രി എന്ന് പറയുന്ന സ്ഥാനമാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ്. മിനിസ്റ്ററി വന്നാലാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം രാജിവെപ്പിച്ചതിലൂടെ അങ്ങനെ ഒരു സാധ്യത രാഹുൽ മാങ്കൂട്ടത്തിൽ നഷ്ടപ്പെടുത്തുന്നു. 3 മാസങ്ങൾക്ക് മുമ്പ് നമ്മൾ വിചാരിച്ചു തീർന്നു. അതിനുശേഷം പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് മാറ്റി നിർത്തുന്നു. പലതരത്തിലും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പാർട്ടിയിൽ നിന്ന് തന്നെ ആക്ഷേപങ്ങൾ ഉയരുന്നു. അവിടെ നിന്ന് ഏതാണ്ട് വീട്ടിൽ ഒരു മുറിയിൽ, അടൂരിലെ ഒരു വീട്ടിൽ ഒരു മുറിയിൽ ഒളിച്ചിരുന്ന് തനിക്ക് മാനസിക വിഭ്രാന്തി ഉണ്ടാകുന്നു എന്നൊക്കെ പറഞ്ഞൊരു മനുഷ്യൻ ചില ആഴ്ചകൾക്കുള്ളിൽ ഇങ്ങനെ പതിയെ ഇവിടുത്തെ മാധ്യമങ്ങളെല്ലാം കൂടെ കൂട്ടം കൂടിയിരുന്ന് എല്ലാ ദിവസവും രാത്രി ചർച്ച ചെയ്തിട്ടും അയാൾ നിയമസഭയിലേക്ക് വന്നു. അയാൾ കേരളത്തിന്റെ നിയമസഭയിലേക്ക് വന്നു. അയാൾ പിന്നീട് അയാളുടെ മണ്ഡലത്തിലേക്ക് പോയി. അയാൾ സജീവമായി. അയാൾ കേരളത്തിലെ ഏറ്റവും കേന്ദ്രമായ രാഷ്ട്രീയ നേതാവായി അയാൾ പിന്നെയും ഇങ്ങനെ വിലസി നടക്കുന്ന സമയത്താണ് വീണ്ടും ഈ പരാതിക്കാരി നേരിട്ട് വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ആള് രാഹുൽ മാങ്കൂട്ടത്തിലായതുകൊണ്ട് ഇത്രയൊക്കെ ആക്ഷേപങ്ങൾക്ക് മുമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിൽ മാധ്യമ മൈക്കുകൾക്ക് മുമ്പിൽ നിന്നുകൊണ്ട് സംസാരിക്കുന്നത് കണ്ടിട്ടില്ലേ? ഇതിനേക്കാൾ കുറച്ചും കൂടി രൂക്ഷമായ ഭാഷയിൽ സംസാരിക്കുന്നത് നമ്മുടെ ബഹുമാനനായ മുഖ്യമന്ത്രി പിണറായി വിജയൻ മാത്രമാണ്. അത് നിർത്തുന്നു പറയും, അടങ്ങെന്ന് പറയും, അല്ലെങ്കിൽ പറയും കടക്ക് പുറത്തെന്ന് പറയും, ഇറങ്ങി പോകാൻ പറയും, ഇത്തരം ഐറ്റങ്ങളൊന്നും ഇങ്ങോട്ട് വേണ്ടെന്ന് പറയും. ഏതാണ്ട് അതേ ഐറ്റമാണ്. നിങ്ങൾക്ക് കോടതിയുണ്ടോ? നിങ്ങൾക്ക് വേറെന്തെങ്കിലും സമാന്തര സംവിധാനമുണ്ടോ? എനിക്കെന്തെങ്കിലും പറയാനുണ്ടോ ഞാൻ കോടതി പറയും. അതെനിക്ക് സൗകര്യമുള്ളപ്പോൾ പറയും എന്നുകൂടി പറയാൻ ധൈര്യം കാണിച്ച അങ്ങനെയും മാധ്യമപ്രവർത്തകരോട് പറയാം. ഇങ്ങനെയുള്ള കുത്തിയുള്ള ചോദ്യങ്ങളും ചോദിച്ച് നടക്കുന്നവരോട് നിങ്ങൾക്ക് ഇതിന് വേറെ ശമ്പളമുണ്ടോ, അതിന് നിങ്ങളുടെ ചാനൽ വേറെ ശമ്പളം തരുന്നുണ്ടോ എന്ന് ചോദിക്കുന്ന നിലയിൽ ഇത്രയും ആക്ഷേപങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോഴും അത്രയും ആത്മവിശ്വാസം കാണിച്ചിട്ടുള്ള മനുഷ്യനാണ്, നേതാവാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നുള്ളത് കൊണ്ടാണ് കോൺഗ്രസിൽ നിന്ന് പുറത്താക്കപ്പെട്ടിട്ടും ജില്ലാ കോടതിയിൽ നിന്ന് മുൻകൂർ ജാമ്യം തള്ളിയ സമയത്തും നമുക്ക് പറയേണ്ടി വരുന്നത് പിക്ചർ അഭി ബാക്കി ഹേ എന്ന്. ആള് രാഹുൽ മാങ്കൂട്ടത്തിലാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ മാത്രമല്ല, രാഹുൽ മാങ്കൂട്ടത്തിന് പിന്നിൽ ഷാഫി പറമ്പിലുണ്ട്. ഷാഫിയും രാഹുലുമാണ് കേരളത്തിലെ ഏറ്റവും സെലിബ്രിറ്റി സ്റ്റേറ്റസ് ഉള്ള 2 പൊളിറ്റീഷ്യൻസ് എന്ന് ഞാൻ പറയും. നിങ്ങൾക്ക് വേണമെങ്കിൽ എതിരഭിപ്രായം ഉണ്ടെങ്കിൽ തർക്കിക്കാം. ഇന്ന് കേരളത്തിൽ ഏറ്റവും സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്ന സെലിബ്രിറ്റി സ്റ്റേറ്റസ് ഉള്ള 2 രാഷ്ട്രീയ നേതാക്കൾ, അതിൽ 1-ാം നമ്പറുകാരൻ ഷാഫി പറമ്പിലാണ്, 2-ാം നമ്പറുകാരൻ രാഹുൽ മാങ്കൂട്ടത്തിലുമാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പം ഷാഫിയാണോ രാഹുലാണോ എന്ന് സംശയിച്ചു തുടങ്ങുന്ന സമയത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. അവർക്ക് ശരിക്കും പറഞ്ഞാൽ കോൺഗ്രസിലെ അണികളല്ല, ഫാൻസാണ്, ഫാൻ ഫോളോവേഴ്സ് ആണ്. കോൺഗ്രസിൽ മാത്രമല്ല, അത് പൊതുസമൂഹത്തിലും ആ നിലയ്ക്ക് നിൽക്കുന്ന ഒരു നേതാവാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നുള്ളത് കൊണ്ട് അതുവരെ രാഹുൽ മാങ്കൂട്ടത്തിൽ പിടിച്ചു നിൽക്കുമോ എന്നൊരു ചോദ്യം ഏറ്റവും പ്രധാനമാണ്. ഇതെല്ലാം പറയുമ്പോഴും അതുവരെ രാഹുൽ മാങ്കൂട്ടത്തിൽ, അതായത് ഹൈക്കോടതി മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിച്ച് ഹൈക്കോടതിയിൽ നിന്നൊരു അനുകൂല വിധി ഉണ്ടാകുന്നത് വരെ രാഹുൽ മാങ്കൂട്ടത്തിന് പിടിച്ചു നിൽക്കാൻ പറ്റുമോ? ഇനി ഹൈക്കോടതിയിൽ നിന്ന് മുൻകൂർ ജാമ്യാപേക്ഷ കിട്ടിയില്ലെങ്കിൽ മറ്റു വഴികൾ ഉണ്ടാകാം. പക്ഷേ എനിക്ക് തോന്നുന്നു അപ്പോഴത്തേക്ക് പിന്നെ അതിനുശേഷവും അറിയില്ല, നമുക്കറിയില്ല. ഇപ്പോൾ നമ്മുടെ സിദ്ദീഖിന്റെ ഒക്കെ പാത പിന്തുടർന്നുകൊണ്ട് എവിടം വരെയൊക്കെ ഇതുമായി ബന്ധപ്പെട്ട നിയമ പോരാട്ടം പോകുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഏതായാലും ഇപ്പോ നമ്മുടെ കേരള പോലീസിനെയും സംസ്ഥാന സർക്കാരിനെയുമാണ് രൂക്ഷമായ ഭാഷയിൽ പ്രതിപക്ഷ നേതാവ് വിമർശിക്കുന്നത്. ഇവർക്കൊക്കെ ഇത്രയും ദിവസമായി, ഒരാഴ്ചയിൽ കൂടുതലായി, കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് പരാതി വരുന്നതെന്നാണ് എൻ്റെ ഓർമ്മ. അതെ, കഴിഞ്ഞ വ്യാഴാഴ്ച വൈകിട്ടാണ്. കഴിഞ്ഞ വ്യാഴാഴ്ച മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്ത സമയത്ത് തന്നെ കാണാതായ അല്ലെങ്കിൽ ഒളിച്ച് മാറി നിന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ ഏതാണ്ട് ഇന്ന് 8-ാം ദിവസമാകുന്നു. ഇത്രയധികം ദിവസങ്ങളായിട്ടും രാഹുൽ ഇപ്പൊ പിടിച്ചു എന്നാ പറയുന്നത്. അയ്യോ, പിടിക്കാൻ അടുത്തെത്തിയിട്ട് ജസ്റ്റ് തൊട്ടു നോക്കിയപ്പോഴത്തേക്ക് പുള്ളിയെ കാണുന്നില്ല, പുള്ളി മാഞ്ഞുപോയി. കർണാടകയിലെ സുള്ളിയിലുണ്ട് എന്ന ഏറ്റവും പുതിയ വിവരം ലഭിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ് ചാനലുകൾ ഇങ്ങനെ ബ്രേക്കിംഗ് ന്യൂസ് അടിച്ചുകൊണ്ടിരിക്കുന്നത്. 2 തരത്തിൽ ഇന്നത്തെ റിപ്പോർട്ടിംഗ് ഒക്കെ ഞാൻ ഇങ്ങനെ എല്ലാ ചാനലുകളും യൂട്യൂബിലോടൊക്കെ ആയിട്ട് മാറി തിരിഞ്ഞ് നോക്കിയായിരുന്നു. അപ്പൊ രസകരമായ ഒരു കാര്യം, ഈ അടച്ചിട്ട കോടതി മുറിയിലെ ഈ ഓരോ സ്പന്ദനങ്ങളും ഓരോ ചലനങ്ങളും ഓരോ നിമിഷവും ചാനലുകൾ കൊടുക്കുന്നുണ്ട് കേട്ടോ. ആ ജഡ്ജി അങ്ങോട്ട് തിരിഞ്ഞു, ഇപ്പോൾ പ്രതിഭാഗം അഭിഭാഷകൻ ഇതാ കോടതിയുടെ വാതിൽ തുറന്നകത്തേക്ക് കയറി, 5 മിനിറ്റിനുള്ളിൽ നമ്മൾ വിധി പ്രതീക്ഷിക്കുകയാണ്. പ്രോസിക്യൂട്ടർ ഇതാ വന്നിട്ടുണ്ട്, പ്രോസിക്യൂട്ടർ ഇപ്പം കയറിയിട്ടുണ്ട്. എന്ത് പ്രഹസനമാണ് സജി എന്ന് മാത്രമേ ചോദിക്കാനുള്ളൂ. ഏതാണ്ട് 1 മണി മുതൽ 3 മണി വരെ ഏത് നിമിഷവും വിതിൻ സെക്കൻഡ്സ് ഇതാ വിധി പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. പിന്നെ അവരുടെ ജോലിയാണ്, ആളുകൾ ഇത് കണ്ടുകൊണ്ടിരിക്കണമല്ലോ. നമ്മൾ പണിയൊക്കെ ചെയ്തിട്ടുള്ളത് കൊണ്ട് നമ്മൾ അങ്ങനെ രൂക്ഷമായിട്ട് ആ വിഷയത്തിൽ വിമർശിക്കുന്നതും ശരിയല്ല. അപ്പോൾ ഏതായാലും അങ്ങനെ നാടകീയത എന്ന് വെച്ചാൽ മുമ്പൊക്കെ ഒരു നാടകീയതയ്ക്ക് ഒരു ലിമിറ്റ് ഉണ്ടായിരുന്നു. ഇപ്പൊ നാടകം തന്നെയാണ് കേട്ടോ മൊത്തത്തിൽ. അപ്പൊ അതുകൊണ്ട് ആ സ്വാഭാവികമായും അത്തരത്തിലുള്ള നാടകീയത അവരുടെ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് അന്വേഷണ സംഘം ഇങ്ങനെ
ഈ റണ്ണിങ് കമന്ററി പോലെയാണ് പറയുന്നത്. സുള്ളിയിൽ നിന്ന് 2 കിലോമീറ്റർ അപ്പുറത്തുള്ള മറ്റേ ചായക്കടയിൽ കയറി രാഹുൽ മാങ്കൂട്ടത്തിൽ ചായ കുടിച്ചിട്ട് വെളുത്ത ഇന്നോവയിലോട്ട് ചാടി കയറി പോയി. അപ്പൊ 5 മിനിറ്റ് കൊണ്ട് അന്വേഷണ സംഘം അവിടെ എത്തി. അന്വേഷണ സംഘത്തിന്റെ റഡാറിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്റെ അമ്മ ഇപ്പൊ പിടിക്കും. അപ്പൊ ഏതായാലും വി ഡി സതീശൻ പറയുന്നത്, എന്റെ പൊന്ന് സർക്കാരെ, എന്റെ പൊന്ന് പോലീസെ, ദയവ് ചെയ്ത് ഞങ്ങൾ പുറത്താക്കി, നിങ്ങൾ ദയവ് ചെയ്ത് അങ്ങ് പിടിക്കണേ. ഇത് ഇനി രാഹുൽ മാങ്കൂട്ടത്തിനെ പിടികിട്ടിയില്ല എന്ന് പറഞ്ഞിട്ടായിരിക്കും, ഇനി രാഹുൽ മാങ്കൂട്ടത്തിൽ മുങ്ങി നടക്കുന്നു പറഞ്ഞിട്ടായിരിക്കും ഇനി കോൺഗ്രസിനെ അങ്ങോട്ട് വേട്ടയാടാൻ പോകുന്നത്. അപ്പോൾ ദയവ് ചെയ്ത് ഞങ്ങൾ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ട്, ഞങ്ങളുടെ ജോലിയെല്ലാം കഴിഞ്ഞു. ഇനി ഞങ്ങളുടെ MLA ആണ്, ഞങ്ങളുടെ കോൺഗ്രസ് ടിക്കറ്റിൽ മത്സരിച്ച് വിജയിച്ച MLA ആണെന്നുള്ളത് കാര്യം സത്യമാണ്. അത് ജനങ്ങൾ തിരഞ്ഞെടുത്തതാണ്. അത് ഞങ്ങൾക്ക് ഈ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കുന്ന പോലെയോ അല്ല ഇറങ്ങിപ്പോകാൻ പറയാനൊന്നും പറ്റില്ല. ഇടയിൽ നാളെ തൊട്ട് വരണ്ട, അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. നമ്മുടെ പറമ്പിൽ കിളയ്ക്കാൻ വന്നതല്ല. ഞങ്ങളൊരു സീറ്റ് കൊടുത്തു. അതിന്റെ അടിസ്ഥാനത്തിൽ പാലക്കാട്ടെ ജനങ്ങൾ 19,000-ലധികം വോട്ടുകൾ ഭൂരിപക്ഷം നൽകി വിജയിപ്പിച്ച MLA ആണ്. അവിടുത്തെ ആൾക്കാരുടെ പ്രതികരണം നമ്മൾ ചിലപ്പം വോക്സ് പോപ്പ് റോഡിൽ ഇറങ്ങി എടുത്തു കഴിഞ്ഞാൽ ഇപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിൽ അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനായിരിക്കും. ഏതായാലും അതുകൊണ്ടാണ് പിന്നെയും പിക്ചർ അഭി ബാക്കി ഹേ എന്ന് പറയുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇനിയിപ്പോ പിടിക്കപ്പെട്ടാൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഇതൊന്നും ഇപ്പൊ ഈ കാര്യങ്ങൾ പലതും പോകുന്ന സിനിമാ കഥ പോലെയാണ്. നമുക്കിത് പ്രവചനാതീതമാണ്, നമുക്ക് പറയാൻ പറ്റില്ല. ഇതൊന്നും അങ്ങനെയല്ല സംഭവിക്കുക, ഇങ്ങനെയാണ് സംഭവിക്കുക എന്നൊന്നും പറയാൻ പറ്റില്ല. രാഹുൽ മാങ്കൂട്ടത്തിലെ കാര്യമാകുമ്പോൾ ഒന്നും പറയാൻ പറ്റില്ല. ചിലപ്പോൾ പിടികൊടുക്കാതെ അയാൾ ഈ മുൻകൂർ ജാമ്യം ലഭിക്കുന്നത് വരെ ചിലപ്പോൾ ഒളിച്ചു കഴിഞ്ഞു കളയും. അങ്ങനെയൊക്കെയാണ്. അപ്പൊ അതല്ലെങ്കിൽ ചിലപ്പോൾ കേരള പോലീസിനെ പോലെ ഇത്രയധികം സംവിധാനങ്ങളുള്ള, ഇത്രയധികം ബ്രില്യൻ്റ് ആയ ഒരു സേന, ചിലപ്പോൾ അത് രാഷ്ട്രീയ തീരുമാനമായിരിക്കാം കേട്ടോ. തൽക്കാലം രാഹുൽ മാങ്കൂട്ടത്തിനെ പിടിക്കണ്ട എന്നുള്ളത് ചിലപ്പോൾ രാഷ്ട്രീയ തീരുമാനവുമായിരിക്കാം. അങ്ങേ ആയ പുള്ളിയെ പിടിച്ച് പൂജപ്പുര ജില്ലാ ജയിലിൽ കൊണ്ടിട്ടത് കൊണ്ട് പ്രത്യേകിച്ച് നമുക്ക് ഗുണമൊന്നുമില്ല. അത് ചിലപ്പോൾ തെരഞ്ഞെടുപ്പിൽ ഒരു തരത്തിലും ഗുണം ഉണ്ടാവാൻ സാധ്യതയില്ല. ചിലപ്പോൾ ദോഷം ചെയ്തേക്കും. അല്ലെങ്കിൽ ഈ വീരശൂര പരാക്രമികളായ കേരള പോലീസ് രാഹുൽ മാങ്കൂട്ടത്തിനെ ഓടിച്ചിട്ട് പിടിച്ചു എന്ന് പറഞ്ഞിട്ട് അത് എന്തായാലും സർക്കാരിന്റെ ക്രെഡിറ്റിലേക്ക് വലിയ സംഭവമായിട്ടൊന്നും പൊൻതൂവലായിട്ടൊന്നും വരാൻ പോകുന്നില്ല എന്ന തരത്തിലുള്ള ഒരു രാഷ്ട്രീയ തീരുമാനമായിരിക്കാം. ഇങ്ങനെ പോട്ടെ, നോക്കാം എന്ന് പറഞ്ഞിട്ട് വിഷയം ഇങ്ങനെ കത്തിച്ച് ഇങ്ങനെ നിർത്തണം അല്ലെങ്കിൽ നിൽക്കണമല്ലോ. അപ്പൊ ഇതൊക്കെയാണ് സുഹൃത്തുക്കളെ, കുറച്ചു നേരം ആയതുകൊണ്ട് ഞാൻ ചുരുക്കുകയാണ്. അപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിൽ അവസാനിച്ചു, അദ്ദേഹത്തിന്റെ എല്ലാ പരിപാടിയും കഴിഞ്ഞു എന്ന് നമുക്ക് പറയാൻ കഴിയുന്ന ഒരു അന്തരീക്ഷമായിട്ടില്ല. രാഹുൽ മാങ്കൂട്ടത്തിന് ജില്ലാ കോടതിയിൽ നിന്ന് മുൻകൂർ ജാമ്യം കിട്ടുമെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പോലും പ്രതീക്ഷിച്ചിട്ടില്ല, അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഏറ്റവും അടുത്ത ആളുകൾ പോലും പ്രതീക്ഷിച്ചിട്ടില്ല. അവിടെ നിന്ന് തള്ളി വാങ്ങിച്ച് ഹൈക്കോടതിയിൽ കൊണ്ടുപോകുന്നതെന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. പക്ഷെ അതുവരെ രാഹുൽ മാങ്കൂട്ടത്തിനെ കോൺഗ്രസ് ഒന്ന് സംരക്ഷിച്ച് നിർത്തുമെന്ന് ഒരുപക്ഷെ രാഹുൽ മാങ്കൂട്ടത്തിലും അദ്ദേഹത്തോടൊപ്പമുള്ളവരും കരുതിയിട്ടുണ്ടാകാം. പക്ഷെ അതുണ്ടായില്ല. രാഹുലിനെ കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നുകൂടി മാറ്റി നിർത്തുന്നു അല്ലെങ്കിൽ പുറത്താക്കുന്നു എന്ന് പറഞ്ഞിട്ട് ജീവിതത്തിൽ ഒരിക്കലും ഇനി എൻട്രി ഇല്ലാത്ത, പൂർണ്ണമായിട്ടും ഞങ്ങൾ മറ്റേ സെൻട്രൽ ജയിലിന്റെ ഗേറ്റ് പോലെയുള്ള ഗേറ്റ് ഇതിനു മുമ്പിൽ തീർത്തു എന്നൊന്നും അർത്ഥമില്ല. രാഹുലിന്റെ മുമ്പിൽ ഇനിയും നിയമവഴികളുണ്ട്, രാഹുലിന്റെ മുമ്പിൽ ഇനിയും രാഷ്ട്രീയ വഴികളുണ്ട്. ഒന്നുമില്ലെങ്കിൽ ഈ വലിയ ഡയലോഗൊക്കെ പറഞ്ഞ് രാഹുലിനെ അങ്ങനെ പ്രകോപിപ്പിച്ചു കഴിഞ്ഞാൽ രാഹുൽ ഇതിന് ഇടയ്ക്കൂടെ എപ്പോഴെങ്കിലും ഒന്ന് ഒരിത്തിരി നിരപരാധിത്വത്തിന്റെ ഒരു ലാഞ്ചനയെങ്കിലും വരുമ്പോൾ ചിലപ്പോൾ CPM-ലേക്കോ അല്ലെങ്കിൽ BJP-യിലേക്കോ പോകാനുള്ള സാധ്യതയുമുണ്ട്. അപ്പൊ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ നെടുവീർപ്പിട്ടുകൊണ്ടിരിക്കേണ്ടി വരുന്ന ഒരു സാധ്യതയുമുണ്ട്. ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിന്റെ അടുത്ത നീക്കങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് സാഹൂതം വീക്ഷിക്കാം. 2024 ഡിസംബർ 4-ാം തീയതിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന 34 വയസ്സാണ്. 34 വയസ്സുകാരൻ പാലക്കാടിന്റെ MLA ആയി സത്യപ്രതിജ്ഞ ചെയ്ത് കേരളത്തിന്റെ നിയമസഭയിലേക്ക് വന്നത്. ഇന്ന് കൃത്യം 1 വർഷം പൂർത്തിയാകുമ്പോൾ വളരെ നിർണായകമാണ് ഈ ഡിസംബർ 4 എന്ന ദിനം രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ, വ്യക്തി ജീവിതത്തിൽ. സ്നേഹം പ്രിയപ്പെട്ടവരെ, വീണ്ടും ചേരും.